ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ തൊണ്ടവേദനയ്ക്കും തൊണ്ടയിൽ കഫം തടയുന്നതിനും കുത്തിയുള്ള ചുമയ്ക്ക് ജലദോഷത്തിന് എല്ലാം ഉള്ളൊരു റെമഡിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളാണ്. അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല. ഇത് നമുക്ക് പെട്ടെന്ന് ഈ തൊണ്ടവേദന പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു റെമഡിയാണ്. ഇതിനു വേണ്ടത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി ഇനി നമ്മൾ ചതച്ച് ഇതിൻ്റെ നീരെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉള്ളിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്ന കല്ലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറോ ഉപയോഗിക്കാം. ഇത് ഞാനിപ്പോൾ ഈ കല്ലിലിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. നല്ലപോലെ ചതച്ച് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. ഈ കല്ലില്ലാത്തവർ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ച് പിഴിഞ്ഞെടുത്താലും മതി. എല്ലാവരുടെ വീട്ടിലും കല്ലുണ്ടാവില്ല. ഈ ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ആയിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ച് കഴിഞ്ഞാൽ അരഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമുക്കിനി ഇത് കല്ലിലിട്ട് നല്ല പോലെ ചതച്ചെടുക്കാം. നല്ല പോലെ ചതച്ച് പിഴിഞ്ഞെടുത്താൽ മതി. നന്നായി ചതയണം. കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ചതച്ചെടുക്കാൻ ഇതുപോലത്തെ കല്ലാണ് ഏറ്റവും എളുപ്പം. എല്ലാവരുടെ അടുക്കളയിലും എപ്പോഴും ആവശ്യമുള്ളതാണ് ഈ കല്ല്. ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചു കഴിഞ്ഞാൽ അരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഏകദേശം ചതഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ചതയ്ക്കണം. മഞ്ഞുകാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തൊണ്ടവേദന, ജലദോഷം വരുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ തൊണ്ടവേദന വരുന്നത്. ആ തൊണ്ടവേദന തൊണ്ടയിലൊരു കാറിലും വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഇൻഫെക്ഷനായിട്ട് മാറും. പിന്നെ കുത്തിയുള്ള ചുമ, ജലദോഷം ഇതൊക്കെ വരും. ഇതിപ്പോൾ നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഈ ഇഞ്ചി നമുക്കിനി പിഴിഞ്ഞതിൻ്റെ നീരെടുക്കാം. കല്ല് മാറ്റി വയ്ക്കാം. ഇനി ഒരു ചെറിയ ബൗളിലേക്ക് ഇത് പിഴിഞ്ഞെടുക്കാം. നന്നായി ചതഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ നീര് കിട്ടും ഇഞ്ചിക്ക്. ഇതിപ്പോൾ ഇഞ്ചി നീര് നമ്മൾ പിഴിഞ്ഞെടുത്തു. ആവശ്യത്തിന് നീര് കിട്ടിയിട്ടുണ്ട്. ഇനി വേറെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഇതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി നീര് വേറെ ബൗളിലേക്ക് എടുക്കുക. 1.5 ടീസ്പൂൺ എടുക്കുക. കുട്ടികൾക്കാണെങ്കിൽ 1 ടീസ്പൂണും മുതിർന്നവർക്കാണെങ്കിൽ 1.5 ടീസ്പൂണും എടുക്കണം. ഇതിപ്പോൾ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ആ സ്പൂണ് ഒന്ന് തുടച്ച് ടിഷ്യൂ ഉപയോഗിച്ച് തുടയ്ക്കുക. തുടച്ചിട്ട് ഇനി എടുക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ഇടുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഈ ഇഞ്ചി നീരിലേക്ക് ഇടുക. വീണ്ടും ആ സ്പൂൺ ഒന്നുകൂടെ തുടച്ച് കളയുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചെറുതേനാണ്. എല്ലാ മരുന്നുകൾക്കും ഏറ്റവും നല്ലത് ചെറുതേനാണ്. ചെറുതേൻ കിട്ടാനില്ലാത്തവർ വിഷമിക്കേണ്ട. ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് നല്ല തേൻ നോക്കി മേടിക്കുക. മറ്റുള്ളിടത്തുനിന്ന് കിട്ടുന്ന തേൻ അത്ര ഗുണപ്രദമായിരിക്കില്ല. ആയുർവേദ മരുന്ന് കടകളിൽ നിന്ന് മേടിക്കുക. ഒരുവിധം നല്ല തേനാണ് അവിടെ നിന്നൊക്കെ കിട്ടുന്നത്. ഇതിൽ നിന്ന് കുട്ടികൾക്കാണെങ്കിൽ 1.5 ടീസ്പൂണും മുതിർന്നവർക്കാണെങ്കിൽ 1 ടീസ്പൂണും തേൻ ചേർക്കുക. ഇതിപ്പോൾ നമുക്ക് മുതിർന്നവർക്കുള്ള കൂട്ടാണ് നമ്മൾ കൂട്ടുന്നത്. 1.5 ടീസ്പൂൺ ഇഞ്ചി നീരും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ തേനും ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഇത് 1 ടീസ്പൂൺ ഇഞ്ചി നീര്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ തേൻ ഇത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ കൂട്ട് 2 നേരം കഴിക്കുക. ഇത് കാലത്തും വൈകിട്ടും 2 നേരം കഴിക്കുക. തൊണ്ടവേദനയും തൊണ്ടയിൽ വരുന്ന കഫക്കെട്ട്, അതുപോലെ പിന്നെ തൊണ്ടയിലെ ഇൻഫെക്ഷൻ, കുത്തിയുള്ള ചുമ, ജലദോഷം ഇതിനെല്ലാം നല്ലൊരു റെമഡിയാണിത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ഇത് കഴിച്ചാൽ മതി. അപ്പോഴേക്കും തൊണ്ടവേദനയെല്ലാം മാറിക്കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം.
ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഓരോ ടീസ്പൂൺ വെച്ച് 2 നേരം കാലത്തും വൈകിട്ടും ഓരോ ടീസ്പൂൺ കൊടുക്കുക. മുതിർന്നവർക്കാണെങ്കിൽ ഇത് മുഴുവൻ ഇങ്ങനെ ഒരു നേരം കഴിക്കാം. കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഓരോ ടീസ്പൂൺ വെച്ചിട്ട് 2 നേരം കൊടുത്താൽ മതി. മുതിർന്നവർക്ക് ഇത് ഒരു പ്രാവശ്യത്തേക്ക് കഴിക്കാനുള്ള കൂട്ടാണ് നമ്മൾ കൂട്ടിയിരിക്കുന്നത്. ഇത് തൊണ്ടവേദനയും കഫക്കെട്ടും എല്ലാം പോകാനുള്ളതാണ്. തൊണ്ടയിൽ കഫം തടയണത്, അന്നേരം കുത്തിയുള്ള ചുമ വരും, അതൊക്കെ മാറിക്കിട്ടും. ഇതെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം. ഓക്കെ, ബായ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.